നമസ്കാരം, സ്പേസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങൾ, വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടി കേരള PSC നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ഉത്തരങ്ങൾ ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനും ആൻസേഴ്സും മാത്രം പഠിക്കാം. ഒരു 100 ക്വസ്റ്റ്യൻസോളം ഉൾപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നു. ക്വസ്റ്റ്യൻസ് നോക്കാം. LD ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് ഡിഗ്രി പ്രിലിംസിന് പോലും ഈ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ആരാണ്? വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ, ജോൺ ബർക്കൻഹൗട്ട്, ജോർജ് ഹാർട്ട്ലി, ഇഷിഹാര. വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ആരാണ്? ആൻസർ ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ. വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചതെന്നാണ്? പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചതെന്ന്? ഓപ്ഷൻ എ 20 ജൂൺ 2019, ഓപ്ഷൻ ബി 14 ജൂലൈ 2019, ഓപ്ഷൻ സി 22 ജൂലൈ 2019, ഓപ്ഷൻ ഡി 14 ജൂൺ 2019. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ സി 22 ജൂലൈ 2019. 22 ജൂലൈ 2019 പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ്. 22 ജൂലൈ 2019. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? ഓപ്ഷൻ എ 1950 ജനുവരി 24, ഓപ്ഷൻ ബി 1950 ജനുവരി 25, ഓപ്ഷൻ സി 1950 ജനുവരി 26, ഓപ്ഷൻ ഡി 1949 ജനുവരി 26 ആണ്. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി 1950 ജനുവരി 26 ആണ്. ക്വസ്റ്റ്യനും ആൻസേഴ്സും മാത്രം നോക്കാം. ഓപ്ഷൻസ് നമുക്ക് അവിടെ നിൽക്കട്ടെ കേട്ടോ. നെക്സ്റ്റ് വൺ, കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ സി നിർമ്മല സീതാരാമൻ. നെക്സ്റ്റ് വൺ, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സംവാദ് കൗമുദി. സംവാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംവാദ് കൗമുദി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ശ്യാം ശരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറാണ് ശ്യാം ശരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആണ് ശ്യാം ശരൺ നേഗി. നെക്സ്റ്റ് വൺ, ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മീസോസ്ഫിയർ. മീസോസ്ഫിയർ. ഉൽക്കാവർഷ പ്രദേശം മീസോസ്ഫിയർ ആണ്. ഉൽക്കാവർഷ പ്രദേശങ്ങൾ മീസോസ്ഫിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് പറയുന്ന ആരാണ്? ബാലഗംഗാധര തിലക്. നെക്സ്റ്റ് വൺ, കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കൈഗ. അതിൻ്റെ കൂടെ WPCO പോലീസിൻ്റെ വുമൻസ് പോലീസ് സെക്ഷനകത്ത് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലുള്ള കൺഫർമേഷൻ വിളിച്ചിട്ടുണ്ട്, ഉള്ളവർ കൊടുക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനും യൂസ്ഫുള്ളാണ്. സിലബസ് പ്രകാരം യൂസ്ഫുള്ളാണ്. WPCO അതായത് പോലീസ് കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി. WPC 550 ബാർ ആണെന്ന് തോന്നുന്നു. 550 ബാർ 21 മിനിറ്റ് 550 ആണ്. 550 ബാർ 26 25 ആണ് കേട്ടോ കാറ്റഗറി നമ്പർ. കൺഫർമേഷൻ വിളിച്ചത് അതാണ്. ഓക്കെ, 550 ബാർ 25 ആണ്. ഓക്കെ, ശരിയാണ്. അപ്പോൾ ഇന്ത്യ അസ്വസ്ഥയുടെ പിതാവ് ആരാണ്? ബാലഗംഗാധര തിലക്. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം കൈഗ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന എന്തിനെയാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ ഉപദ്വീപീയ പീഠഭൂമിയാണ്. അടുത്ത ക്വസ്റ്റ്യൻസ്, ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏതാണ്? ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഡെക്കാൻ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി.
അമരാവതി ഇത് നദിയുടെ പോഷക നദിയാണ്. അമരാവതി ഇത് നദിയുടെ പോഷക നദിയാണ്. ആൻസർ ഓപ്ഷൻ ബി കാവേരി. നെക്സ്റ്റ് വൺ, ഇന്ത്യ അല്ലെങ്കിൽ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിനോസ്തിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിനോസ്തിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കാരക്കോറം. ഓപ്ഷൻ ബി കാരക്കോറം. നെക്സ്റ്റ് വൺ, കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മുംബൈ. ആൻസർ മുംബൈ. കോട്ടോണോപോളിസ് മുംബൈ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മുംബൈ ഹൈ. മുംബൈ ഹൈ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി നദി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി നദി ആകുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി മുംബൈ ഖൈ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. നെക്സ്റ്റ് വൺ, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ് വൺ, അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി 17. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി 51A. മൗലിക കടമകൾ. മൗലിക കടമകൾ 51A. അനുച്ഛേദം 51A. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ അനുച്ഛേദം 51A. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇത് 23 ക്വസ്റ്റ്യനാണ്. ഇവിടുത്തെ ആൻസർ ഇതായിരിക്കണം. ഡോക്ടർ ബിശ്വാസ് മേത്തയാണ്. ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? നമുക്കുള്ളത് ഇവിടെ വി ഹരി നായർ. വി ഹരി നായർ. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യണമെന്ന്. ഓക്കെ, വി ഹരി നായർ. നെക്സ്റ്റ് വൺ, ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ. ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ് പാർലമെൻറ്റ്, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, സുപ്രീം കോടതി. ആൻസർ ഓപ്ഷൻ ഡി സുപ്രീം കോടതി. സുപ്രീം കോടതി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 52 സെക്കൻഡ്. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഭേദഗതിയാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി 44ാം ഭരണഘടനാ ഭേദഗതി. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44ാം ഭരണഘടനാ ഭേദഗതി.
അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 24. 24 ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. നെക്സ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തത് ആരാണ്? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തത് ആരാണ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്കിവിടെ ഇല്ല. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അംഗങ്ങൾ ആരൊക്കെയാണ്? അംഗങ്ങൾ എന്ന് പറയുമ്പോൾ പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഫസൽ അലി. അധ്യക്ഷനാണ് ഫസൽ അലി. അധ്യക്ഷൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. മറ്റംഗങ്ങൾ ആരൊക്കെയാണ്? സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കർ ഒരാൾ. എച്ച് എൻ ഖുൻസ്രുവുമുണ്ട്. എച്ച് എൻ ഖുൻസ്രുവുണ്ട്. എച്ച് എൻ ഖുൻസ്രു, സർദാർ കെ എം പണിക്കറും അംഗങ്ങളാണ്. അതിൻ്റെ അധ്യക്ഷൻ ഇത് ഹസനാണ് അല്ലേ? ഫസൽ അലിയാണ് കേട്ടോ. ഫസൽ അലി. ഫസൽ അലി അറിയാവുന്നതായിരിക്കും എല്ലാവർക്കും അല്ലേ? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. അംഗങ്ങൾ സർദാർ കെ എം പണിക്കർ, അതുപോലെ എച്ച് എൻ ഖുൻസ്രു. സർദാർ കെ എം പണിക്കറും എച്ച് എൻ ഖുൻസ്രുവും അല്ലേ അതിൽ. ഓക്കെ, നെക്സ്റ്റ്, സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്തുവാൻ അല്ലെങ്കിൽ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? ആൻസർ അബനീന്ദ്രനാഥ് ടാഗോർ. അബനീന്ദ്രനാഥ് ടാഗോർ. അബനീന്ദ്രനാഥ ടാഗോർ. നെക്സ്റ്റ് വൺ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഗദ്ദാർ പാർട്ടി. ആൻസർ ഓപ്ഷൻ സി അമേരിക്ക. ലാലാ ഹർദയാലിൻ്റെ ഗദ്ദാർ പാർട്ടി അമേരിക്കയിൽ വെച്ചാണ് രൂപം കൊള്ളുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതായിരുന്നു? തൊഴിലാളി പ്രസ്ഥാനം ഏതായിരുന്നു? ആൻസർ ഇവയെല്ലാം മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ എല്ലാം തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? വൈസ് ചെയർമാൻ ആരായിരുന്നു? ആൻസർ ഗുൽസിറിലാൽ നന്ദ. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ, അതിൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസിറിലാൽ നന്ദ അല്ലേ? ആസൂത്രണ കമ്മീഷൻ വന്നതെന്നായിരുന്നു? നിലവിൽ വന്നതെന്നാണ്? 1950 മാർച്ച് 15. അതിൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസിറിലാൽ നന്ദ. വൈസ് ചെയർമാൻ ഗുൽസിറിലാൽ നന്ദയാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുവാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കോത്താരി കമ്മീഷൻ. 10+2+3 കോത്താരി കമ്മീഷനാണ്. 10+2+3 കോത്താരി കമ്മീഷനാണ്. നെക്സ്റ്റ് വൺ, ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ ദിനം ആരുടെ ജന്മദിനം ആകുന്നു? ജന്മദിനം. ആൻസർ ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. നെക്സ്റ്റ് വൺ, വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നത് ആരുടെ പുസ്തകമാണ്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നത് ആരുടെ പുസ്തകമാണ്? ആൻസർ VP മേനോൻ. VP മേനോൻ. SCRT കണ്ടൻ്റ് ആണത്. നെക്സ്റ്റ്, 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്?
ആൻസർ ഓപ്ഷൻ ഡി 5 എണ്ണം. അടുത്തത്, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി ആരംഭിച്ച സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ലളിതകലാ അക്കാദമി. ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ന്യൂഡൽഹി ആസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ആ സ്ഥാപനമാണെന്ത്? ലളിതകലാ അക്കാദമി. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഇന്ത്യൻ കലകളുടെ പ്രചരണമാണ് ലളിതകലാ അക്കാദമിയുടെ ലക്ഷ്യം. ഇന്ത്യൻ കലകളുടെ പ്രചരണമാണ് ലളിതകലാ അക്കാദമിയുടെ ലക്ഷ്യം. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. നെക്സ്റ്റ് വൺ, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഏതോ ഒരു ക്രിസ്ത്യൻ മിഷണറീസ് ഉൾപ്പെടുന്ന ഒരാളാണിത്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ആഞ്ചലോസ് ഫ്രാൻസിസ്. വ്യാകരണ ഗ്രന്ഥമാണ് ആഞ്ചലോസ്. വ്യാകരണം ആഞ്ചലോസ് ഫ്രാൻസിസ്. ഓക്കെ, വ്യാകരണ ഗ്രന്ഥമാണ് ആഞ്ചലോസ് ഫ്രാൻസിസിൻ്റെയാണ് വ്യാകരണ ഗ്രന്ഥം. ചാനാർ ലഹള നടന്ന വർഷം ഏതാണ്? ആൻസർ 1859. ചാനാർ ലഹള നടന്ന വർഷമാണ് 1859 അല്ലേ? മാറുമറയ്ക്കൽ സമരമെന്നും അറിയപ്പെടുന്നു. തിരുനാളിനെ കൂടി ഓർത്തു വെച്ചു. ചാനാർ ലഹള 1859 ചാനാർ ലഹള. ഓക്കെ, 1857 കഴിഞ്ഞ് നെക്സ്റ്റ് ഓർത്താൽ മതി. മാറുമറയ്ക്കൽ സമരമൊക്കെ വരുന്നതാണ് ചാനാർ ലഹള. 1859 ചാനാർ 59. നെക്സ്റ്റ്, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രസിദ്ധമായ വാക്കുകളാണിത്? വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ്. ആര് പറഞ്ഞതാണിത്? ശ്രീനാരായണ ഗുരു പറഞ്ഞ വാക്കുകളാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞ വാക്കുകളാണ് വായിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ, ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? നേതൃത്വം ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം ആരായിരുന്നു? ആൻസർ എന്താണ്? കെ കേളപ്പൻ. നേതൃത്വം ആരാണ്? കെ കേളപ്പനാണ്. നെക്സ്റ്റ് ചോദ്യം, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഗാന്ധിയും അരാജകത്വവും അത് രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ശങ്കരൻ നായർ. ഗാന്ധിയും അരാജകത്വവും സി ശങ്കരൻ നായർ. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏതാണ്? ആൻസർ മലയാളി മെമ്മോറിയൽ. ചോദ്യം ഒന്നുകൂടി, തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം എന്താണ്? മലയാളി മെമ്മോറിയൽ. നെക്സ്റ്റ് വൺ, മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ സി എ വി കുട്ടിമാളു അമ്മ. നെക്സ്റ്റ് വൺ, സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പയ്യന്നൂർ. ചോദ്യം ഒന്നുകൂടി, സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ച പുനഃസംഘടിപ്പിക്കണമെന്നുള്ള പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം സ്വാതന്ത്ര്യാനന്തരം നടക്കുന്ന സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്നത് അല്ലേ? ഇത് കേരളത്തിലെ സംഭവമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ക്വസ്റ്റ്യൻ അങ്ങോട്ടാണ് പയ്യന്നൂർ. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്തത്, കോഴിക്കോട് ഉപസത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കോഴിക്കോട് അവിടേക്ക് ഉപസത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ആൻസറോ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. എവിടെയാണ്? കോഴിക്കോടാണ് അല്ലേ? കോഴിക്കോടാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എവിടെയാണ്? കോഴിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? വലിയ ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. തെറ്റിക്കണ്ട. വലിയ ജില്ല
ഇടുക്കി ജില്ലയാണ്. കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ്? ആൻസറോ പി രാജീവ്. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം കൊള്ളിയത് ആരാണ് അല്ലേ? കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആരാണ്? കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഗോദവർമ്മ രാജ. വളരെ പഴയ ബേസിക്കായ ചോദ്യങ്ങളാണ്. നമുക്ക് LGS ലെവലിൽ ഇപ്പോൾ WCP വിളിച്ചിട്ടുണ്ട് അല്ലേ, പോലീസ് കോൺസ്റ്റബിൾ, വിമൻസിൻ്റെ പോലീസ് കോൺസ്റ്റബിൾ. അപ്പോൾ അത് ഏറ്റവും കണക്ക് താഴ്ന്ന പോസ്റ്റിൽ, അപ്പോൾ ആ ലെവൽ വരുമ്പോൾ 10th പോലത്തെ. അപ്പോൾ ഇതിനൊക്കെ ഈ ചോദ്യങ്ങൾ, ഈ ബേസിക്കായ ചോദ്യങ്ങളാണ് എപ്പോഴും ചോദിക്കുക അല്ലേ. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം കൊടുത്തത് ആരാണ്? ഇറ്റ് ഇസ് ബേസിക് ക്വസ്റ്റ്യൻ ആണത്. ഗോദവർമ്മ രാജ. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, മഴനിഴൽ പ്രദേശത്ത്. നമ്മൾ ആൻസർ അങ്ങോട്ട് പോകും. ആൻസർ ഗോസ് ടു ചിന്നാർ. ഓക്കെ. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷി രീതി ഏതാണ്? അട്ടപ്പാടി ഗോത്ര സമൂഹത്തിൽ ഇന്നും ഉള്ള കൃഷി രീതി ഏതാണ്? അല്ലേ, അവിടെ പുനമൊക്കെ എല്ലാം അറിയില്ല, പക്ഷേ കൃഷി രീതി ഏതാണ്? പുനം കൃഷിയാണ് അവർക്കുള്ളത്. നെക്സ്റ്റ്, ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പുണ്യനദി ഏതാണ്? ആൻസർ മീനച്ചിലാറാണ്. നെക്സ്റ്റ് വൺ, പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലൊരു പഴവർഗ്ഗം ഏതാണ്? പഴന്തമിഴ് പാട്ടിലെ ഒരു എന്താ പറയുക, നമ്മുടെ ശോഭനയുടെ മുഖം അപ്പോഴും ഓർമ്മ വന്നു, ആ ഒരു പാട്ടും സീനും ഒക്കെ എനിക്ക് ഓർമ്മ വന്നു. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള, നമ്മുടെ ചോദ്യം എന്താണ്? കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ചക്ക അല്ലേ. ചക്ക എൻ്റെ ഫേവറേറ്റ് ആണ്. ഇപ്പോൾ ചക്കയില്ലാത്തൊരു ജീവിതമേ ഇപ്പോൾ ഇല്ല. ദിവസവും കിട്ടിയാൽ ചക്ക കഴിക്കാൻ റെഡിയാണ്. നെക്സ്റ്റ് വൺ, ബിക്കോസ് ഓഫ് വാട്ടർ. എന്തുകൊണ്ടായിരിക്കാം? ഇറ്റ് കണ്ടെയ്ൻസ് ഫൈബർ അല്ലേ, ഫൈബറുണ്ട്, അതുകൊണ്ടാണ് അല്ലേ, വളരെ നല്ലതാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറഞ്ഞതിൽ ഏതാണ് അല്ലേ? ബേസിക് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഹയർ ലെവൽ ചോദിക്കുക എന്താണ്? അതിൻ്റെയൊക്കെ അതോറിറ്റി ആരാണ്, അതിൻ്റെ ചെയർമാൻ എന്തൊക്കെ ചോദിക്കുള്ളൂ. ചുറ്റും ലെവൽ 12 ലെവലൊക്കെ പോകുമ്പോൾ മാത്രം ചോദിക്കും. ഇറ്റ്സ് വെരി ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി, അതിനെ സാധൂകരിക്കുക, വളരെ ലളിതമാക്കുന്നതിനുമായിട്ട് അല്ലേ, സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറഞ്ഞതിൽ ഏതാണ് സംവിധാനമാണ്? ആൻസർ ഇതെല്ലാം ഉണ്ട് അല്ലേ. എന്തൊക്കെ സംവിധാനം കൊടുക്കുക നമുക്ക്? റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് റവന്യൂ വകുപ്പ് ഉണ്ടാക്കാറുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, അത് ഓർത്തിരിക്കണം പ്രത്യേകിച്ചും അല്ലേ. രണ്ടും ഓർത്തില്ലെങ്കിലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്. ദുരന്ത സാധ്യത അപകൃത സെല്ല്, ഇവയെല്ലാം എന്താണ്? അത് ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവയാണ് അല്ലേ. ദുരന്തങ്ങളുടെ നിവാരണം, അതില്ലാതാക്കാൻ, അതിന് ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അതിന് എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുക, മരുന്ന് കൊടുക്കുന്ന പോലെ കൊടുക്കുക അല്ലേ. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടുത്തെ റിക്കവർ ചെയ്യാൻ വേണ്ടി അല്ലേ, വീണ്ടും അതിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള സംവിധാനം ചെയ്യുക. അതൊക്കെയാണ് നിവാരണത്തിനും ലഘൂകരണത്തിനുമായി ഉണ്ടാക്കേണ്ട സംഭവങ്ങൾ. എന്തൊക്കെയാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് വേണമായിരിക്കും, ദുരന്ത നിവാരണ അല്ലെങ്കിൽ അതോറിറ്റി വേണം സംസ്ഥാനത്ത് അല്ലേ. പിന്നെ ദുരന്ത സാധ്യത അപകൃത സെൽ, എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്, നമുക്ക് എങ്ങനെയൊക്കെ അതിനെ ഓവർകം ചെയ്യാം, അതിജീവിക്കാം എന്നൊക്കെ ചിന്തിക്കാം നമുക്ക്. നെക്സ്റ്റ് വൺ, എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? ആൻസർ ഓപ്ഷൻ സി, പറവൂറാണ്. പറവൂർന്ന് ഓർത്തിരിക്കാം. 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ് അല്ലേ? ഇപ്പോൾ വേണമെങ്കിലും ചോദിക്കാം, ഒരു പ്രശ്നവുമില്ല. ആൻസർ ഓപ്ഷൻ ബി ആണ്, കോഴിക്കോട് ജില്ല അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മന്ദരോഗം പരത്തുന്ന കൊതുകുകൾ ഏതാണ്? കൊതുകുകൾ ഏതൊക്കെയാണ് അല്ലേ? ഇവിടെ അതിൻ്റെ ആൻസർ ഉണ്ടോ? ആൻസർ ഇല്ല. ആൻസർ അപ്പോൾ ഏതാണ്? ക്യൂലെക്സ് പെൺകൊതുകുകൾ അല്ലേ. ക്യൂലെക്സ് പെൺകൊതുകുകളാണ് മന്ദരോഗം പരത്തുക. മന്ദരോഗം പരത്തുന്ന കൊതുകുകൾ അല്ലേ. അനാഫിലിസ് പെൺകൊതുക്, അനാഫിലിസ് ഫീമെയിൽ മൊസ്കിറ്റോ എന്ന് പറയുമ്പോൾ അനാഫിലിസ് ഫീമെയിൽ മൊസ്കിറ്റോ. അനാഫിലിസ് പെൺകൊതുക് എന്താണ്? മലേറിയ പരത്തുന്നവയാണെന്ത്? അനാഫിലിസ് പെൺകൊതുകൾ. അനാഫിലിസ് പെൺകൊതുകൾ മലേറിയ പരത്തുന്ന ജീവികളാണ്. മന്ദരോഗം ആരാണ്? ക്യൂലെക്സ് പെൺകൊതുകളാണ്. അല്ലേ.
അപ്പോൾ നമ്മുടെ ഈഡീസ് എന്താ ചെയ്യുന്നത്? ഈഡീസ് അത് ഡെങ്കിപ്പനി ഉണ്ടാക്കും അല്ലേ? മഞ്ഞപ്പനിയും ഡെങ്കിപ്പനിയും ചിക്കൻ കുനിയൊക്കെ ഡെങ്കി മങ്കി അല്ലേ? ഡെങ്കിയും മഞ്ഞപ്പനിയുണ്ട്. ഡെങ്കിയും മഞ്ഞപ്പനിയും ചിക്കൻ കുനി ഉണ്ടാക്കുന്ന ആരാണ്? ഈഡീസ് കൊതുകുകൾ. അത് 3 ഈഡീസാണ്. ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, ചിക്കൻ കുനി ഉണ്ടാക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ അനാഫിലിസ് പെൺകൊതുകും അങ്ങനെയുണ്ട് കേട്ടോ. അനാഫിലിസ് കൊണ്ട് എഴുതിക്കൊണ്ടുകൊണ്ട് കളയറല്ലൊന്നും. അനാഫിലിസ് ക്യൂലെക്സ് പെൺകൊതുകാണെന്ത്? മന്ദരോഗം. അനാഫിലിസ് പെൺകൊതുകാണെന്ത്? മലേറിയ. എപ്പോഴും ചോദിക്കുന്നുണ്ടോ? അനാഫിലിസ് പെൺകൊതുക് മലേറിയ ആണ് അല്ലേ? മലേറിയ അത് പരത്തുന്ന ജീവിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേരെന്താണ്? അല്ലേ? എപ്പോഴും ഞാൻ പറയാനുള്ളതാണ്, നേത്രാവരണം എന്താണ് കോർണിയയും വരണ്ട് കോർണിയ അധാരം അല്ലെ വരളുന്നു അല്ലേ? ഡ്രൈ ആവുന്നു, വരണ്ട് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? വിറ്റമിൻ എയുടെ കുറവുകൊണ്ട് സംഭവിക്കുക. അതാണ് സിറോഫ്താൽ. വരണ്ട് പോവുക, ഡ്രൈ ആവുക, സിറോഫ്താൽമിയാണ്. ഡ്രൈ ആവുമെന്ന് വെച്ചാൽ സിറോഫ്താൽമിയാണ് ആൻസർ. ഓക്കെ. അപ്പോൾ നിശാന്തത എന്താണ്? കണ്ണ് കാണാം, മങ്ങി വെളിച്ചത്തിൽ കണ്ണ് കാണാൻ മതി അല്ലേ? മങ്ങി വെളിച്ചം വരുമ്പോഴാണ് എന്ത്? സിറോഫ്താൽമിയ വരിക. മങ്ങി വെളിച്ചത്തിൽ കണ്ണ് കാണാത്ത അവസ്ഥയാണെന്ത്? സിറോഫ്താൽമിയ എന്നറിയപ്പെടുക. ഓക്കെ. ഗ്ലോക്കോമ എന്ന് പറയുമ്പോൾ കണ്ണിനകത്തുള്ള മർദ്ദവ്യത്യാസമാണ് ഗ്ലോക്കോമയ്ക്ക് കാരണം. തിമിരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലെൻസിൻ്റെ അതാര്യം, ലെൻസിൻ്റെ പവർ നഷ്ടപ്പെടുക അല്ലേ? കണ്ണിൽ ലെൻസ് ഉണ്ടല്ലോ, അതിൻ്റെ പവർ നഷ്ടപ്പെടുന്ന അവസ്ഥയാണെന്ത്? അതാര്യമാണ്. കണ്ണിൽ കൂടെ പ്രകാശരശ്മികൾ കടന്നു പോകുന്നില്ല, അപ്പോൾ നമുക്കൊന്നും കാണാൻ കഴിയില്ല. അതാണെന്ത്? തിമിരം എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം വിറ്റമിൻ എ ഡെഫിഷ്യൻസി വരുമ്പോഴതെല്ലാം ഉണ്ടാവുക. എന്നാൽ അല്ലേ, നിശാന്തത എന്ന് പറയുമ്പോൾ മങ്ങി വെളിച്ചത്തിൽ കണ്ണ് കാണാത്ത അവസ്ഥയാണ്. സിറോഫ് എന്ന് പറയുമ്പോൾ എന്താണ്? വരണ്ടാണ്. അവർക്ക് ആ ഒരു പോയിന്റ് വേണം, വരണ്ടിരിക്കുക. നേത്രാവരണവും കോർണിയും വരണ്ട് പോകുന്നതാണെന്ത്? സിറോഫ്താൽമിയ എന്ന് പറയാം. പിന്നെ ഗ്ലോക്കോമ, അതിൻ്റെ മർദ്ദവ്യത്യാസം നമുക്കറിയാം. അക്വസ് ഹ്യൂമർ ഉണ്ട് കണ്ണകത്ത്, വിട്രിയസ് ഹ്യൂമർ അല്ലേ? ദ്രാവകങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് സ്പേസ് ഒക്കെ ഇല്ല കണ്ണകത്ത്. അപ്പോൾ ഇതിനകത്ത് സ്പേസ്, അക്വസ് ഹ്യൂമർ, വിട്രിയസ് ഹ്യൂമർ ഒക്കെ ഉണ്ട്. ആ ദ്രാവകങ്ങളിലൊക്കെ പ്രഷറിൻ്റെ വ്യത്യാസം വരുമ്പോഴാണ് ഒന്നുണ്ടാവുക? ഗ്ലോക്കോമ ഉണ്ടാവുക. ഗ്ലോക്കോമ. തിമിരം ലെൻസിൻ്റെ പൊട്ട്. ഓക്കെ. നെക്സ്റ്റ്, ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഗൻ ഓഫ് കോർട്ടി. ഓർഗൻ ഓഫ് കോർട്ടി ആരാണ്? ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുമ്പോഴത് ചെവിയാണ്. ഓർഗൻ ഓഫ് കോർട്ടി ചെവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? ചെവിയിലെ 3 അസ്ഥികൾ ഏതൊക്കെയാണ് ചെവിക്കകത്തുള്ളത്? 3 അസ്ഥികൾ ചെവിക്കകത്തുള്ളത് അല്ലേ? ഓർഗൻ ഓഫ് കോർട്ടി ചെവിയാണ് അല്ലേ? അതിലെ 3 അസ്ഥി ആരൊക്കെയാണ്? മാലിയസ്, പിന്നെ ഇൻഗസ് ആൻഡ് സ്റ്റേപ്പിസ് അല്ലേ? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ആര് തന്നെയാണ്? ഈ സ്റ്റേപ്പിസാണ്. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസാണ്. അപ്പോൾ ചെവിയിലെ 3 അസ്ഥികൾ ആരൊക്കെയാണ്? മാലിയസ്, ഇൻഗസ് ആൻഡ് സ്റ്റേപ്പിസ്. ഓക്കെ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ആരാണ്? സ്റ്റേപ്പിസാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഉമിനീരിൻ്റെ pH മൂല്യം. ഉമിനീരിൻ്റെ pH മൂല്യം എത്രയാണ്? ഉമിനീരിൻ്റെ pH മൂല്യം എത്രയാണ്? ആൻസർ 6.2 to 7.6. ഉമിനീര് 6.2 to 7.6 ആണ് ഉമിനീരിൻ്റെ pH മൂല്യം. ഓക്കെ. 6.2 കഴിഞ്ഞ് 7.6. കേരളത്തിലെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏതാണ്? ആർദ്രം പദ്ധതി എന്ന് പറയുമ്പോൾ അല്ലേ, ഇത് നോക്കാം. പെടാത്തത് എന്താണ്? ആൻസർ കോസ്റ്റ് ഇങ്ങോട്ട് പോകുന്നു. ആൻസർ കോസ്റ്റ് ഓപ്ഷൻ ഡി. അപ്പോൾ ആർദ്രം പദ്ധതി എന്താണ്? ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗി സൗഹാർദ്ദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക. രോഗി സൗഹാർദ്ദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കി വിപുലപ്പെടുത്തുക. ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനം ഉറപ്പിക്കുക. പ്രൈമറി ഹെൽത്ത് ടു ഫാമിലി ഹെൽത്താണ് എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ. ആർദ്രം ചോദിച്ചത് പദ്ധതി ഡെവലപ്മെൻറ്റ്സ് ആണ്, വിപുലീകരണമാണ്. ഇവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് ആർദ്രം പദ്ധതി. ആർദ്രം മീൻസ് സോഫ്റ്റ് എന്നുള്ള മീനിങ്ങേ അല്ല ഇവിടെ അല്ലേ. എല്ലാവർക്കും ആർദ്രമാക്കുക, എല്ലാവർക്കും എല്ലാം കൊടുക്കുക. അപ്പം സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് അവിടെ. അതാണ്. നെക്സ്റ്റ്, 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതും ആയ നെല്ലിൻ്റെ ഇനം ഏതാണ്? ആൻസർ ഗോസ് ടു ആൻസർ ഓപ്ഷൻ സി, KAU മനോരത്ന. ഓക്കെ, KAU മനോരത്ന. നെക്സ്റ്റ് വൺ, ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് എന്താണ്? ആഗോളതാപനം എന്ന് പറയുമ്പോൾ ചൂട് കൂടുന്ന അവസ്ഥ അല്ലേ. അതിന് ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുമ്പോൾ അതിലേതാണ്? നമ്മളെ ചൂട് കൂട്ടാൻ കാരണമായ ഒരു വാതകം ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ആര് തന്നെ ആയിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. വേറെ ആരുണ്ടാവാനാ? കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുക. ഓക്കെ.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുക? ചൂട് കൂടുമ്പോൾ എന്താ ഉണ്ടാവുക? അല്ല, ചൂട് കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ ചൂട് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? അതിന് പറയുന്ന പേര് ആഗോളതാപനം. ചൂട് കൂടുന്ന അവസ്ഥയാണെന്ത്? ആഗോളതാപനം എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏതാണ്? വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് എന്താണ്? അല്ലേ, രൂപ്കുണ്ടാണ് വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലേ. സുന്ദർബൻസും മനാസും ഒക്കെ നമുക്കറിയാം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം. ആൻസർ ഗോസ് ടു ഓപ്ഷൻ സി, ആർദ്ര ഇലപൊഴി വനങ്ങൾ അല്ലേ. ഇവിടെ കൊണ്ടൊരു ആർദ്ര ഇലപൊഴി വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏത് വനമാണ്? ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് പഠിക്കുക അതിനെ. വിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ കേരളത്തിലെ കാടുകളിൽ ഏറ്റവും ഉള്ള സംഭവം എന്താണ്? അവിടെ ആർദ്രമായ ഇല പൊഴിയുന്ന അല്ലേ, എപ്പോഴും ഇല പൊഴിഞ്ഞിരിക്കുന്ന കാടുകളാണ്. ഓർത്തിരിക്കുക. നെക്സ്റ്റ്, തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി. അത് നമുക്ക് ഒന്ന് വായിച്ച് നോക്കാം. ലൈക്കനുകൾ എന്ന വിഭാഗം, 1ഉം 2ഉമാണ് ആൻസർ. ശരിയായ പ്രസ്താവനകൾ. ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായു മലിനീകരണത്തിൻ്റെ സൂചകങ്ങളെ കണക്കാക്കാം. ഇത് കഴിഞ്ഞ് ഞാൻ പറയാമേ. വായു മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ലൈക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ലൈക്കൻ എന്താണ്? ആൽഗകളും ഫഞ്ചയും. നമുക്ക് ആൽഗ അറിയില്ല. ആൽഗ പ്ലസ് ഫഞ്ചൈ അല്ലെങ്കിൽ മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതും ഫഞ്ചൈ. ഓക്കെ, ഫഞ്ചൈ. ആൽഗകളും ഫഞ്ചകളും കൂടെ ചേർന്നാണെന്ത്? ഈ ലൈക്കൻ എന്ന് പറഞ്ഞ സംഭവം. ഫൈക്കോബിൽ കണ്ടൻറ്റും മൈക്കോബിൽ കണ്ടൻറ്റും ആൽഗകളും ഫഞ്ചകളും കൂടി ചേർന്നാണെന്ത്? നമ്മൾ പറ്റിപ്പിടിച്ച് വളർന്ന് താഴെ പറ്റിപ്പിടിച്ച് പച്ചയ്ക്ക് കാണുന്നൊക്കെ ആൽഗകളെന്ന് പറയില്ലേ. അപ്പോൾ ആൽഗകളും ഫംഗജൈകളും കൂടെ ചേർന്നാണെന്ത്? ലൈക്കൻ എന്ന് പറയും. നമ്മളിപ്പോൾ ഈ മുനിസിപ്പാലിറ്റി ഏരിയ അല്ല, റോഡിലൊന്നും അല്ല, ഇച്ചിരി അകത്തോട്ട് പോകണം. നാട്ടിൻപുറത്തെ പ്രദേശങ്ങളിൽ അതിൽ പ്ലാവിൻ്റെയും ആഞ്ഞിലിയുടെയൊക്കെ സമന് വലിപ്പമുള്ള, ഇച്ചിരി വലിപ്പമുള്ള, തടി വലിപ്പമുള്ളതിനകത്ത് പിന്നെ റൗണ്ട് വെള്ളപ്പാടുകൾ കാണും. അതാരാണ്? ഈ ലൈക്കനാണ്. ലൈക്കൻ എവിടെയുണ്ട് അവിടെ എന്തില്ല? പൊല്യൂഷൻ കുറവാണെന്നർത്ഥം. ലൈക്കൻ എവിടെയുണ്ട് അവിടെ എന്തില്ല? പൊല്യൂഷൻ കുറവാണെന്നർത്ഥം. ഓക്കെ, അതാണ് വായു മലിനീകരണം അല്ലേ. വായു മലിനീകരണം കുറവാണെന്നർത്ഥം. അപ്പോൾ ഇവയ്ക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ അല്ലേ, അവിടെ അവർ ജീവിക്കുമോ? അപ്പോൾ ലൈക്കനാണ് ആൽഗകളും ഫഞ്ചകളും കൂടെ ചേർന്ന സംഭവമാണെന്ത്? രണ്ടുപേർക്കും കൂടി അവർ ഒന്നിച്ച് ജീവിക്കും, ഒന്നിച്ച് സിംബിയോട്ടിക് അസോസിയേഷൻ മുഖേന അവർ ജീവിക്കുന്ന സംഭവമാണ് ലൈക്കൻ എന്ന് പറയാം. അപ്പോൾ ലൈക്കിൻ്റെ പ്രത്യേകം ശരിക്കും എന്താ? വായു മലിനീകരണം കുറഞ്ഞ ഭാഗങ്ങളിൽ അവർ കാണിക്കുള്ളൂ അല്ലേ. പണ്ട് വേറൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, പെപ്പേർഡ് മോത്തിൻ്റെ ഒക്കെ ഒരു ബട്ടർ, ഈ നമ്മുടെ മോത്ത് എന്ന് പറയുമ്പോൾ നിശാശലഭമുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ പണ്ട് ചെയ്യാറുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇത് നമ്മുടെ പ്ലാവിലും ആഞ്ഞിലിയിലും ഒക്കെ തടിയുള്ള മരങ്ങളില്ല. അപ്പോൾ പ്ലാവ് നോക്കി കാണാം, ചക്ക കൊണ്ട് നിറക്കിപ്പം പ്ലാവ് നോക്കി കാണാം. ഇതുപോലെ അവിടെ റൗണ്ടായിട്ട് വട്ടത്തിൽ ഇങ്ങനെ സ്കാറ്റേഡായിട്ട് റൗണ്ട് പോലെ കാണും. അത് ലൈക്കനാണ് അല്ലേ. വായുമലിനീകരണം കുറവുള്ള ഭാഗത്തേ കാണുകയുള്ളൂ. മുനിസിപ്പാലിറ്റി ഏരിയ നമ്മൾ പോയിട്ട് റോഡ് സൈഡിൽ കാണാൻ പ്ലാവുണ്ട്, അവിടെ പോയി സാധനം നോക്കി കാണത്തില്ല. ഓക്കെ, അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് കാണാത്തത്? കാർബൺ ഡൈ ഓക്സൈഡ് തള്ളി വിടുകയല്ലേ അല്ലേ. എപ്പോഴും വാഹനങ്ങൾ പോകുമ്പോൾ വായുമലിനീകരണം ഉള്ളതുകൊണ്ടാണ് കാണാത്തത്. ഓക്കെ, നെക്സ്റ്റ്, അടുത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ്? ചാർജ് ഇല്ലാത്ത കണം ശാസ്ത്രജ്ഞൻ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ജെയിംസ് ചാഡ്വിക് അല്ലേ. ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോൺ, ജെയിംസ് ചാഡ്വിക്. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ രണ്ടും ശരിയാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. ഓക്കെ, എന്നാൽ എല്ലാ ധാതുക്കളും അയിരല്ല അല്ലേ. ബോക്സൈറ്റ് എന്ന് പറയുമ്പോൾ അലൂമിനിയത്തിൻ്റെ അയിരാണ്. ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിരാണ് അല്ലേ. ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ഈ ബോക്സൈറ്റ് അല്ലേ, ബോക്സൈറ്റ് അവിടെ നമുക്ക് കിട്ടുക അല്ലേ. അതിൽ കുറച്ച് അഴുക്കും കൂടെ കാണും. ബോക്സൈറ്റിൽ എന്ത് കാണും? കുറച്ച് അഴുക്കും കൂടെ കാണും. മനസ്സിലായോ? ഈ അഴുക്കും നമ്മൾ എന്ത് ചെയ്യണം? വേർതിരിച്ചെടുക്കണം. ഈ ധാതു എന്ന് പറഞ്ഞ അലൂമിനിയത്തിനെ. മനസ്സിലായി? അതുകൊണ്ട് എല്ലാ ധാതുക്കളും അയിരുകളല്ല. എന്നാൽ ഈ അയിരായ ബോക്സൈറ്റ് അയിരല്ലേ, എന്നാൽ എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കൾ എൻ്റെ അതിനകത്തുണ്ട്. കുറച്ച് അഴുക്കും കൂടെ ഉള്ളതേ ഉള്ളൂ. അതിനെ അരിച്ചരിച്ച് വേണം നമ്മൾ എന്തെടുക്കാൻ? ഈ അലൂമിനിയം ഉണ്ടാക്കിയെടുക്കാൻ. സോ എല്ലാ അയിരുകളും ധാതുക്കളാണ്. എന്നാൽ എല്ലാ ധാതുക്കളും എന്തല്ല? അയിരുകളല്ല. ഓക്കെ, അത് പ്യുവറാണ്.
ശുദ്ധമാണ് ധാതുക്കൾ ശുദ്ധമാണ്. നെക്സ്റ്റ്, പരസ്പര ബന്ധമില്ലാത്ത തിരിച്ചറിയുക എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ബന്ധമില്ലാത്തവർ ഇവർ, അതും നാലാമത്തതും അല്ലേ. സോഡിയം ഒരു ആൽക്കഹൽ ലോഹമാണ്, അലൂമിനിയം ഒരു ബോറോൺ. നെക്സ്റ്റ് വൺ, ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക് മാസിലുള്ള അനുപാതം എത്രയാണ് അല്ലേ. ചിലവൊന്നും നമുക്ക് രാസവാക്യമൊക്കെ നമുക്ക് അറിയാം അല്ലേ, സിമ്പിൾ അല്ലേ, എല്ലാവർക്കും അറിയാം. H2O അല്ലേ, അതിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം എന്താണ്? 1:8 അല്ലേ. ഇത് ഓക്സിജൻ 8 അല്ലേ എപ്പോഴും. 1:H1 ഓക്സിജൻ 8, 1:8 സിമ്പിളാണ് ചോദ്യം അല്ലേ. നമുക്ക് ഇതെല്ലാം അറിയാം, പക്ഷെ അറ്റോമിക മാസിലുള്ള അനുപാതം ചോദിച്ച് നമുക്ക് എഴുതണം. 1:8. നെക്സ്റ്റ് വരുന്നത്, പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആണോ? ഹൈഡ്രജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അല്ലേ. പഞ്ചസാര, ഗ്ലൂക്കോസ് സിമ്പിൾ അല്ലേ. പഞ്ചസാരയുടെ രാസവാക്യം ഗ്ലൂക്കോസിൻ്റെ C6H12 O6 അല്ലേ. C6H12O6 ആണ് നമ്മുടെ ഗ്ലൂക്കോസ് അല്ലേ. അതിൻ്റെ വലിയ ചേട്ടനല്ലേ ആര്, പഞ്ചസാര എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഘടകമൂലങ്ങൾ ആരൊക്കെയുള്ളൂ? കാർബണും ഹൈഡ്രജനും ഓക്സിജൻ. ഇവരുടെ കൂടെ നൈട്രജൻ വെച്ചിരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് മാംസ്യമല്ലേ, പ്രോട്ടീനായിട്ട് മാറുന്നു. ഈ കാർബണും ഹൈഡ്രജനും ഓക്സിജനും പ്ലസ് നൈട്രജനും ചേരുന്നത് എന്താണത്? മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ എന്നായിരിക്കും നമ്മൾ പറയുക അല്ലേ. സിമ്പിളാണെങ്കിലോ നമ്മുടെ ഗ്ലൂക്കോസാണ്, ഫ്രക്ടോസാണ്, പഞ്ചസാരയാണ് അല്ലേ. അതൊക്കെ എല്ലാം കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ് ഘടകമൂലകങ്ങൾ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എത്രയാണ് അല്ലേ. താഴ്ന്ന പരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 20 ഹെർട്സ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് നമ്മുടെ ആവൃത്തി. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി 20,000 ഹെർട്സ് അല്ലേ. 3 പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. 20 to 20,000 ഹെർട്സ് ആണെന്ത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്നത് അല്ലേ. അതിന് മുകളിൽ പോയാലും കേൾക്കില്ല, ഇതിന് താഴെ വന്നാലും കേൾക്കില്ല. സൂപ്പർ സോണിക്കും സബ് സോണിക്കും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ചോദ്യങ്ങൾ നമ്മൾ ഇൻ്റർവ്യൂസിനും ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ് കേട്ടോ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി എത്രയാണ്? താഴ്ന്നത് 20 ഹെർട്സ് അല്ലേ. അപ്പോൾ പഠിച്ചു വെക്കുന്നത് എങ്ങനെയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് എന്താ നമ്മുടെ ശ്രവണ പരിധി എന്ന് പഠിക്കും. ശ്രവണ പരിധി എന്നാണ് പഠിക്കുക. നെക്സ്റ്റ് വൺ, പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ. ഇത്ര കാണാൻ പഠിച്ചാലൊന്നും പറ്റില്ല, എഴുതി പഠിക്കണേ, തെറ്റുവന്ന്. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ. തിരിച്ച പാർട്ടി അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. നമ്മൾ എഴുതിയെന്ന് വെച്ച് വലിയ കാര്യത്തെ വരും, തിരിച്ചു വരുമ്പോൾ എന്താണ്? കാരണം ഫിസിക്സ് അറിയാവുന്നല്ല, ഫിസിക്സ് മെയിൻ എടുത്തവർക്കല്ല കേട്ടോ. അല്ലാതെ കെമിസ്ട്രി എടുത്താലും സുവോളജി, ബോട്ടണി, ഇംഗ്ലീഷ്, മാത്സും കുഴപ്പമില്ല എടുത്താലും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വരില്ല. എഴുതി കറക്റ്റാണ് അല്ലേ, ജൂളും ന്യൂട്ടനും മീറ്ററും കിടക്കും. അപ്പോൾ എഴുതി വരുമ്പോഴത്തേക്ക് എന്താണ്? തിരിച്ചു വരുമ്പോൾ അയ്യോ നെഗറ്റീവ് അടിച്ചല്ലോ എന്ന് വരും. അത് പാടില്ല. പ്രവൃത്തി ടു ജൂൾ അല്ലേ, PJ ആണ് കേട്ടോ. പ്രവൃത്തി ടു ജൂൾ PJ ആണ്, PJ ജൂൾ കേട്ടോ. നെക്സ്റ്റ് വൺ, തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ത്? സ്ഥാനമാറ്റം മുഖേന പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? സ്ഥാനമാറ്റം മുഖേന എന്താണ് പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഏത്? സംവഹനം. സ്ഥാനമാറ്റം മുഖേന സംവഹനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ്. ആൻസർ ഓപ്ഷൻ ബി ദോലനം എന്ന് പറയുന്നത്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂടുതൽ പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ആരായിരിക്കും? കൽക്കരിയാണ് പെടാത്തത് അല്ലേ. പാരമ്പര്യ സ്രോതസ്സെന്നാണ് ചോദ്യം അവിടെ വന്നിരിക്കുന്നത്. ആ വകതിരിവെടുത്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ 80 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, ബാക്കി മാത്സ് ആണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.